നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങളായിത്തീരുന്നത്. നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾ ഭാവനയിൽ എന്താണ് കാണുന്നത് അതിനെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നിങ്ങൾ ഇതിനകം ഉണർന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഇപ്പോൾ നിങ്ങളുടേതാണ്. സ്നേഹമുള്ള ഒരു പങ്കാളി, സംതൃപ്തി നൽകുന്ന ഒരു കരിയർ, സാമ്പത്തിക സമൃദ്ധി, നിങ്ങൾ സന്തോഷവാനും ആരോഗ്യമുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമാണ്. ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന ശക്തി. മാനിഫെസ്റ്റേഷൻ എന്നത് നിങ്ങളുടെ ചിന്തകളും ഊർജവും ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ്. നാം എല്ലാവരും ഒരു പ്രപഞ്ച ഊർജമണ്ഡലവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും നമ്മുടെ ചിന്തകളും വികാരങ്ങളും വഴി അതിനെ സ്വാധീനിക്കാനാകുമെന്നും വിശ്വസിക്കുന്ന ആശയമാണിത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പ്രപഞ്ചത്തോട് വ്യക്തമായി പറയുകയാണ്. നിങ്ങൾ അയക്കുന്ന സന്ദേശത്തിന് പ്രപഞ്ചം പ്രതികരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് റോക്സി നഫൂസി എഴുതിയ മാനിഫെസ്റ്റ് എന്ന പുസ്തകത്തിലൂടെയാണ്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ സഹായിക്കുന്ന 7 ഘട്ടങ്ങൾ ഈ പുസ്തകം വിശദീകരിക്കുന്നു. നിങ്ങളുടെ ആത്മമിത്രത്തെ ആകർഷിക്കാനോ, മികച്ച ജോലി നേടാനോ, ആഗ്രഹിച്ച വീട് വാങ്ങാനോ, അല്ലെങ്കിൽ കൂടുതൽ ആന്തരിക സമാധാനവും ആത്മവിശ്വാസവും കണ്ടെത്താനാണോ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാനിഫെസ്റ്റ് നിങ്ങളെ അതിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വഴി പഠിപ്പിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുസ്തകങ്ങളിലൂടെ ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്ന ഞങ്ങളുടെ ദൗത്യത്തിന്റെ ഭാഗമാകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1-ാം ഘട്ടം, നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. മാനിഫെസ്റ്റിംഗ് യാത്രയുടെ ആദ്യ പടി വ്യക്തതയാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് എവിടേക്ക് പോകണമെന്നറിയാതെ അവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി തീരുമാനിക്കണം. അത് ദൃശ്യവൽക്കരിക്കണം, അതായത് വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഒരു അനുഭവം സൃഷ്ടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പോലെ നമ്മുടെ തലച്ചോർ പ്രതികരിക്കും. അതിനാലാണ് ദൃശ്യവൽക്കരണം ഫലപ്രദമാകുന്നത്. പക്ഷേ ഫലപ്രദമായ ദൃശ്യവൽക്കരണത്തിന്റെ രഹസ്യം ഇതാണ്: കാണുന്നത് മാത്രം പോരാ, അനുഭവിക്കണം. ഇത് ലഭിച്ചാൽ എനിക്ക് എങ്ങനെ ഇരിക്കും എന്ന് തോന്നുക എന്ന വികാരത്തിൽ പൂർണ്ണമായി മുഴുകണം. സ്വപ്ന വീട് ദൃശ്യവൽക്കരിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നതിന്റെ സന്തോഷവും സുരക്ഷയും മനസ്സിൽ ജീവിപ്പിക്കുക. ആത്മമിത്രത്തെ ആകർഷിക്കണമെങ്കിൽ ആ ബന്ധം നൽകുന്ന സ്നേഹം, ഊഷ്മളത, സുരക്ഷിതത്വം എന്നിവ അനുഭവമായി സൃഷ്ടിക്കുക. വിഷൻ ബോർഡ് തയ്യാറാക്കുക. ദൃശ്യവൽക്കരണത്തിന് സഹായിക്കുന്ന ഒരു ടൂളാണ് വിഷൻ ബോർഡ്. ആദ്യം ഒരു ശാന്തമായ അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. പേപ്പർ ഓർ കാർഡ് എടുത്ത് ലക്ഷ്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ ചിത്രങ്ങൾ ഒട്ടിക്കുക. ഒരു സമയപരിധി തീരുമാനിക്കുക. 3 മാസം, 6 മാസം, 1 വർഷം പോലെ. ഞാൻ ഇതിനകം ആ ജീവിതത്തിലാണ് എന്ന നിലയിൽ മനസ്സിൽ പ്രവേശിപ്പിക്കുക. വിഷൻ ബോർഡ് 6 വിഭാഗങ്ങളായി തിരിക്കുക. വ്യക്തിഗത വികസനം, സ്നേഹം ഓർ ബന്ധം, കരിയർ, കുടുംബം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, വീട്, ഹോബികൾ അല്ലെങ്കിൽ അവധികൾ. ഓരോ വിഭാഗത്തിലും കുറഞ്ഞത് 3 ലക്ഷ്യങ്ങൾ ഇടുക. ബോർഡ് സുരക്ഷിതമായി വെച്ച് ഇടയ്ക്കിടെ നോക്കുക. തീയതിക്ക് റിമൈൻഡ് സെറ്റ് ചെയ്യുക. ഘട്ടം 2, ഭയവും സംശയവും നീക്കം ചെയ്യുക. നിങ്ങൾ വലിയ സ്വപ്നം കാണുമ്പോൾ പലപ്പോഴും ഭയവും സംശയവും തലയുയർത്തും. ഞാൻ അർഹിക്കുന്നുണ്ടോ? എനിക്ക് കഴിയുമോ? ഇത് സാധ്യമോ? ഇവയെ മറയ്ക്കാൻ ശ്രമിക്കാതെ ആദ്യം തിരിച്ചറിയുക. പേപ്പറിൽ എഴുതുക. വിശദമായി മനസ്സിലാക്കുക. കാരണം അവബോധമാണ് മാറ്റത്തിന്റെ തുടക്കം. ഭയവും സംശയവും കുറയ്ക്കാൻ 2 ശക്തമായ വഴികളുണ്ട്. 1, ചിന്തകളെ നിയന്ത്രിക്കുക. ചിന്ത, വികാരം, വൈബ്രേഷൻ, യാഥാർത്ഥ്യം. അതുകൊണ്ട് ഉയർന്ന വൈബ് ചിന്തകൾ തിരഞ്ഞെടുക്കുക. 2, വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കാതിരിക്കുക. ഘട്ടം 3, നിങ്ങളുടെ പെരുമാറ്റം ക്രമീകരിക്കുക. മാനിഫെസ്റ്റേഷൻ എന്നത് ചിന്ത മാത്രമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവിയിലെ നിങ്ങൾ പോലെ ഇപ്പോൾ തന്നെ പെരുമാറണം. ഉദാഹരണത്തിന്, നിങ്ങൾ വിജയകരമായ ബിസിനസ് ആഗ്രഹിക്കുന്നു എങ്കിൽ
ഭയം കൊണ്ട് മാറി നിൽക്കുന്ന പതിപ്പ് എ അല്ല, അവസരങ്ങൾ പിടിക്കുന്ന പതിപ്പ് ബി ആകുക. ഇന്ന് തന്നെ നിങ്ങളോട് ചോദിക്കുക, എന്റെ ഭാവിയിലെ ഞാൻ ചെയ്യുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെഴുതുക. പിന്നെ ഇപ്പോൾ തന്നെ ആരംഭിക്കുക. ഘട്ടം 4, പ്രപഞ്ചത്തിന്റെ പരീക്ഷണം വിജയിക്കുക. ചിലപ്പോൾ കാര്യങ്ങൾ വൈകാം, ചില ആളുകൾ മാറിപ്പോകാം. അത് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതല്ലെങ്കിൽ പ്രപഞ്ചം അതിനേക്കാൾ നല്ലത് ഒരുക്കുന്നുണ്ടാകാം. പരീക്ഷണങ്ങൾ വന്നാൽ നിങ്ങളുടെ വിലമതിപ്പ് നിലനിർത്തുക. ശ്രദ്ധ ചിതറിക്കുന്ന കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയുക. നിരാശയെ പാഠമായി മാറ്റുക. ചിലപ്പോൾ നിങ്ങൾ ജയിക്കും, ചിലപ്പോൾ നിങ്ങൾ പഠിക്കും. എല്ലാം വളർച്ചയാണ്. ഘട്ടം 5, നന്ദി പ്രകടിപ്പിക്കുക. നന്ദി ഒരു ഉയർന്ന വൈബ്രേഷൻ വികാരമാണ്. നിങ്ങളുടെ ഊർജം പെട്ടെന്ന് ഉയർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ടൂൾ. നന്ദിക്ക് 3 വിഭാഗങ്ങളുണ്ട്. 1, നിങ്ങളോടുള്ള നന്ദി, ആരോഗ്യത്തിന്, ശക്തിക്ക്, മനസ്സിന്. 2, ജീവിതത്തിനോടുള്ള നന്ദി, ജോലി, കുടുംബം, വീടനുഭവങ്ങൾ. 3, ലോകത്തോടുള്ള നന്ദി, സൂര്യപ്രകാശം, ശുദ്ധജലം, സൗഹൃദം, യാത്രകൾ. നന്ദി ജേണൽ ചെയ്യാൻ 2 വഴികൾ. ദിവസവും 15 നന്ദി കാര്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഇന്ന് അനുഭവിച്ച നല്ല കാര്യങ്ങളെല്ലാം എഴുതുക. ഘട്ടം 6, അസൂയയെ പ്രചോദനമാക്കി മാറ്റുക. മറ്റുള്ളവരുടെ വിജയം കണ്ടാൽ അസൂയ തോന്നാം, പക്ഷേ അത് നിങ്ങളെ താഴ്ത്തുന്ന വികാരമാക്കി മാറ്റാതെ പ്രചോദനമാക്കി മാറ്റണം. 4 ഘട്ടങ്ങളിലായി ചെയ്യാം. 1, അസൂയ വരുന്നത് തിരിച്ചറിയുക. 2, നാണക്കേടും വിമർശനവും ഒഴിവാക്കുക. 3, എനിക്ക് അവരിൽ എന്താണ് വേണ്ടുന്നത് എന്ന് പഠിക്കുക. ഞാനും അത് നേടും എന്ന പ്രചോദന ചിന്തയിലേക്ക് മാറുക. ഘട്ടം 7, പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. എല്ലാം ചെയ്ത ശേഷം ഇനി ബാക്കി വിശ്വാസം മാത്രം. മാനിഫെസ്റ്റിംഗ് എന്നത് നിയന്ത്രണം പിടിക്കുന്നതല്ല, സമർപ്പണമാണ്. ഗൂഗിൾ മാപ്പിൽ ലക്ഷ്യസ്ഥാനം കൊടുത്താൽ പോലെ മാപ്പിനെ വിശ്വസിച്ച് നടക്കുക. നിങ്ങൾ എത്തും. ചില തിരിവുകൾ മാറിയാലും അത് വീണ്ടും നിങ്ങളെ ശരിയായ വഴിയിൽ കൊണ്ടുവരും. അവസാനമായി 7 ഘട്ടങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 1, കാഴ്ചപ്പാട് വ്യക്തമാക്കുക. 2, ഭയവും സംശയവും നീക്കം ചെയ്യുക. 3, പെരുമാറ്റം ലക്ഷ്യത്തോട് യോജിപ്പിക്കുക. 4, പ്രപഞ്ചത്തിന്റെ പരീക്ഷണം ജയിക്കുക. 5, നന്ദി പ്രകടിപ്പിക്കുക. 6, അസൂയയെ പ്രചോദനമാക്കി മാറ്റുക. 7, പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആകർഷണ നിയമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കൂ. നിങ്ങൾ ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയ കാര്യങ്ങളും പങ്കുവെക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ. കൂടുതൽ മികച്ച വീഡിയോകളുമായി ഉടൻ കാണാം. ഒരുപാട് നന്ദി.